ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജനുവരി 1-ാം തീയതി വരുന്ന 111 ഏഞ്ചൽ നമ്പർ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. സാധാരണ പറയുന്ന രീതിയിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ളൊരു രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് വെക്കുന്നത്. ഇത് വളരെയധികം പവർഫുള്ളും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് എഴുതുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രപഞ്ചം എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ വളരെയധികം ശാന്തമായ മനസ്സോടും വിശ്വാസത്തോടും കൂടി പോസിറ്റീവായിട്ട് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രപഞ്ചത്തിനോട് ചോദിച്ചാൽ തീർച്ചയായും പ്രപഞ്ചം അത് നമുക്ക് സാധിച്ചു തരും. അതിനായി നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ റിലാക്സ് ആയിട്ടുള്ള ടെൻഷനൊന്നുമില്ലാത്ത ഒരു മനസ്സും വളരെയധികം അത്യാവശ്യമാണ്. ധൃതി പിടിച്ച് അതേപോലെ തന്നെ ഒരുപാട് ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്തൊന്നും ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് വളരെ ടെൻഷനായിരിക്കും, പക്ഷേ നമ്മളൊരു 5 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു ടെൻഷൻ മാറ്റിവെച്ച് വിശ്വാസത്തോടുകൂടി ഇതെനിക്ക് പ്രപഞ്ചം നടത്തിത്തരും എന്നുള്ള ഉറപ്പിൽ നിങ്ങൾ ചെയ്യണം. കാരണം യാതൊരുവിധ പണച്ചെലവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരും തന്നെ മിസ്സാക്കാൻ പാടില്ല. ഒരു പേപ്പറും ഒരു പേനയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇന്നത്തെ കാലത്ത് പേപ്പറും പേനയും ഇല്ലാത്ത വീടുകളും ഉണ്ടാവില്ല. അതുമാത്രവുമല്ല, യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇതിലുണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സാധാരണ പൂജയാണെങ്കിലും ദീപമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പീരിയഡ് സമയത്തും പുലയുള്ളപ്പോഴും വാലായ്മയുള്ളപ്പോഴും കുളിക്കാതെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ചില വീട്ടിൽ സമ്മതിച്ചുവെന്നും വരില്ല. ഇതാകുമ്പോൾ നമ്മൾക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കിത് എവിടെ വെച്ചും ഏതൊരു സമയത്തും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 111 ഏഞ്ചൽ നമ്പർ, അതായത് ഈ ജനുവരി 1, 2026 തുടങ്ങുന്ന അന്ന് നമ്മൾ പുതിയൊരു വർഷത്തെ സ്വീകരിക്കുന്നത് ഏറ്റവും ശാന്തമായിട്ടുള്ള മനസ്സോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വേണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ആഗ്രഹം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് എഴുതുന്നതിന് ഡിസംബർ 31-ാം തീയതി ആകുമ്പോഴേക്കും ആ ഒരു വർഷം തീരും. ജനുവരി 1 നമുക്ക് പുതിയ വർഷം തുടങ്ങും. അപ്പം ആ രാത്രി വരുന്ന 1-ാം തീയതി, അതായത് അതിരാവിലെ 1:11 മുതൽ 1:59 ഉള്ളിൽ, അതായത് 1:11 AM. ഇനി ആ സമയത്ത് സാധിക്കാത്തവർ, ചിലവരൊക്കെ ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 1:11 PM മുതൽ 1:59 PM അതിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഇതുപോലെ തന്നെ എഴുതാം. ഇനി പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഏതൊരു സമയത്തും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൽ തന്നെ 11:01 AM അല്ലെങ്കിൽ രാത്രിക്ക് വരുന്ന 11:01 PM ഈ ഒരു സമയമാണ് സെക്കൻഡ് ഓപ്ഷൻ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ മുതൽ രാത്രി വരെയുള്ള ഏതൊരു സമയവും നിങ്ങൾക്ക് ഇതെഴുതാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ലൈൻസ് ഒന്നും ഇല്ലാത്തൊരു പേപ്പറാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ പറയാറുണ്ട്. ഇനി ലൈൻസ് ഉള്ള പേപ്പർ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈൻസ് ഉള്ള പേപ്പർ എടുക്കാം. കിട്ടുന്നവർ തീർച്ചയായും ലൈൻസ് ഇല്ലാത്ത A4 ഷീറ്റ് പേപ്പർ എടുക്കണം. അതിപ്പം A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, ബുക്കിൻ്റെ ആയാലും മതി. അതിന് ശേഷം നിങ്ങൾക്ക് 1 മുതൽ 111 വരെ നമ്പേഴ്സ് ഇട്ട് വെക്കുക. ഒരു പേപ്പറിന് 2 വശമുണ്ടല്ലോ, അപ്പോൾ ആ 2 വശത്തുമായിട്ട് നമ്മൾക്ക് 1 മുതൽ 111 വരെ നമ്പേഴ്സ് ഇട്ട് വെക്കാം. കാരണം ഇവിടെ വരുന്ന ഏഞ്ചൽ നമ്പർ 111 എന്നുള്ളതാണ്, 111. അതുകൊണ്ടാണ് നമ്മൾ 111 പ്രാവശ്യം നമ്പർ ഇടുന്നത്.
ആ ഒരു പർട്ടിക്കുലർ ടൈം, അതായത് 1:11 PM അല്ലെങ്കിൽ AM ഉണ്ടല്ലോ, ആ ഒരു സമയത്തിന് മുൻപായിട്ട്, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അറ്റ് ദ മൊമെൻറ്റിൽ തന്നെ ഇന്ന് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു പേപ്പർ എടുത്ത് 1 മുതൽ 111 വരെ നമ്പേഴ്സ് ഇട്ട് വെക്കാവുന്നതാണ്. ഒരിക്കലും ആ ഒരു സമയത്ത് നിങ്ങൾ ഈ നമ്പർ ഇടരുത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നമ്മൾ 111 പ്രാവശ്യം നമ്മുടെ ആഗ്രഹമല്ല, പകരം 111 എന്നുള്ള ഏഞ്ചൽ നമ്പറാണ് എഴുതുന്നത്. അതായത് 1 എന്നിടുന്നു, ഒരു കുത്തിടുന്നു, 111 എന്നെഴുതുന്നു, 2 കുത്തിടുന്നു, 111 എഴുതും. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് 111 എന്നുള്ള ഏഞ്ചൽ നമ്പർ മാത്രമേ ഇടാവുള്ളൂ. അതിൻ്റെ കൂടെ നമ്പേഴ്സും കൂടെ ഇടുമ്പം വേറൊരു നമ്പരും കൂടി അതിൻ്റെ കൂടെ മിക്സായി പോകും. അതുകൊണ്ടാണ് ആദ്യം തന്നെ 1 മുതൽ 111 വരെയുള്ള നമ്പർ ഇട്ട് നമ്മളിത് വെക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള പേപ്പർ ആ ഒരു കറക്റ്റ് സമയമാകുമ്പം നിങ്ങൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ആഗ്രഹം നടന്നു കിട്ടിയതായി മനസ്സിൽ കാണുക. വീടാണെന്നുണ്ടെങ്കിൽ വീട് നമ്മൾ വെച്ചു, അതിൽ കയറി താമസിക്കുന്നത്, എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുതരുന്നത്, പാല് കാച്ചുന്നത്, സന്തോഷകരമായ നിമിഷങ്ങൾ. വാഹനമാണെങ്കിൽ വാഹനത്തിൻ്റെ കീ പർച്ചേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ യാത്രകൾ പോകുന്നത്, ക്ഷേത്രത്തിൽ പോയി പൂജിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു കടം വീട്ടുകയാണെങ്കിൽ അതിനുള്ള പണം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നത്, ആ കടം വീട്ടി നമ്മൾ സന്തോഷിക്കുന്നത്. സ്വർണം പണയം വെച്ചിരിക്കുന്നത് എടുക്കാനാണെങ്കിൽ നമ്മൾക്ക് സ്വർണം പണയം തീർക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ കിട്ടുന്നത്, നമ്മളത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ച് ആ സ്വർണം എടുക്കുന്നത്, നമ്മളത് കഴുത്തിൽ അല്ലെങ്കിൽ കയ്യിലിട്ട് നോക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങളൊന്ന് മനസ്സിൽ കാണണം. എത്രമാത്രം ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കുമോ ആ സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ 111 എന്നുള്ള നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് 111 പ്രാവശ്യം എഴുതാൻ. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുക്കരുത്. അതായത് ഒരു 50 പ്രാവശ്യമൊക്കെ എഴുതി എൻ്റെ കൈ വേദനിക്കുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് ബാക്കി എഴുതാം, അങ്ങനെ ചിന്തിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ടത് എഴുതി തീർക്കണം. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾക്ക് കടം തീർക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ വേണം, സ്വർണം പണയം വെച്ചിരിക്കുന്നത് തിരിച്ചെടുക്കാനുള്ള പൈസ വേണം, ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പച്ച കളറിലെ ഗ്രീൻ കളറിലെ മഷി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല വീട്, വാഹനം, കല്യാണം, ജോലി, ട്രാവൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബ്ലൂ കളറിൽ മഷി ഉപയോഗിച്ചാൽ മതിയാവും. അങ്ങനെ 111 പ്രാവശ്യം ഏറ്റവും വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മളത് എഴുതുന്നു. എഴുതി 111 പ്രാവശ്യം എഴുതി തീർത്ത ശേഷം താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്നും കൂടി എഴുതിയിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ പേപ്പർ ഫോൾഡ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ആഗ്രഹം പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും. യാതൊരു പണച്ചെലവുമില്ലാതെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ ഇതുമൂലം സാധിക്കും. കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.